ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്നൊരു മെയിൻ ഹോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. സാധാരണ നമ്മൾ PVC മെയിൻ ഹോളും അതുപോലെ സിമെൻറ്റിൻ്റെ മെയിൻ ഹോളൊക്കെ ചെയ്യുമ്പോൾ കൂടുതലും കംപ്ലൈൻറ്റ് വരുന്നത് സിമെൻറ്റിൻ്റെ മെയിൻ ഹോളാണ്. കോൺക്രീറ്റ് ഇട്ട് ആദ്യമായി ഇഷ്ടിക കെട്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം കംപ്ലൈൻറ്റുകൾ വരാറുണ്ട്. അതിൽ വേര് കയറിയിട്ടും അതിൻ്റെ അടിഭാഗത്ത് നിന്ന് കോൺക്രീറ്റ് പോയിട്ട് മണ്ണ് ഇറങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ വക പ്രശ്നങ്ങളൊന്നും നമ്മളെ PVC മെയിൻ ഹോളിന് വരില്ല. കാരണം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിന് ചുറ്റുഭാഗം നല്ല കോൺക്രീറ്റ് ഇട്ട് അടിഭാഗത്തൊക്കെ കോൺക്രീറ്റ് സീറ്റിംഗ് ആക്കി കഴിഞ്ഞാൽ ഈ PVC മെയിൻ ഹോളിന് ഒരു കംപ്ലൈൻറ്റും പിന്നെ തീരെ വരാറില്ല. അതുപോലെ വേര് കയറുക, മണ്ണ് കയറുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തീരെ വരില്ല. കാരണം ഉൾഭാഗം വളരെ സ്മൂത്തും ഉറപ്പുള്ള മെയിൻ ഹോളാണ് PVC വരുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ 4 പൈപ്പിൻ്റെ അളവനുസരിച്ചിട്ട് എണ്ണ അനുസരിച്ച് നമുക്കിത് മേടിക്കാൻ കിട്ടും. അങ്ങനെ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇതിന് മൂടിക്കാണെങ്കിൽ ഭയങ്കര ഉറപ്പാണ്. നമുക്ക് പിന്നെ വേറെ സെപ്പറേറ്റ് മൂടിയിടേണ്ട ആവശ്യമൊന്നുമില്ല. ഹൈറ്റും ഉയരം കൂട്ടാനും ഒക്കെ നമുക്ക് അതിൻ്റെ ഒപ്പം നമുക്ക് മേടിക്കാൻ കിട്ടും. ആവശ്യത്തിനനുസരിച്ച് ഉയരം നമുക്ക് സെറ്റ് ചെയ്യാം. മൂടിക്ക് ഏകദേശം 2 ടൺ വരെ ലോഡ് നമുക്ക് താങ്ങാൻ പറ്റും ഇതിൻ്റെ മൂടിക്ക്. അപ്പോൾ അത്രയ്ക്ക് അടിപൊളി സെറ്റപ്പാണ്. ഇതുപോലെ മെയിൻ ഹോളൊക്കെ ചെയ്യുമ്പോൾ PVC മെയിൻ ഹോൾ ചെയ്യുക. പിന്നെ ഭാവിയിലേക്ക് വേറെ ബ്ലോക്കും കാണാനൊന്നും വരില്ല. ഓക്കെ.